ഇക്ഷിയാവോ വഴക്കിട്ട് ഷാജിങ്ഷിയെ മീറ്റ് ചെയ്യാൻ പോയത് കാരണം സുയിക ആകെ അസ്വസ്ഥനാണ്. തിരികെ അവൻ്റെ കൊട്ടാരത്തിലെത്തി ഫുഡ് കഴിക്കാനൊക്കെ ഇരിക്കുന്നുണ്ടെങ്കിലും അവനത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. ഷുഗെ ഇതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നല്ലോ. ഇക്ഷിയാവോ പോയതിനെക്കുറിച്ച് അവൻ തനിച്ചവിടെ നിന്ന് ഓരോന്ന് പറയുന്നുണ്ട്. സുയിക ഇത് കേട്ടുകൊണ്ട് അവൻ്റെ അടുത്തെത്തി രൂക്ഷമായിട്ട് അവനെ നോക്കുന്നുണ്ട്. അങ്ങനെ അവൻ പേടിച്ച് വായടയ്ക്കുന്നു. ഷാജിങ്ഷിയെക്കുറിച്ചോ തങ്ങളുടെ രാജ്യത്തെക്കുറിച്ചോ അവർക്കിടയിലുണ്ടായിരുന്ന റിലേഷൻഷിപ്പിനെ കുറിച്ചോ ഒന്നും തനിക്ക് ഓർമ്മയില്ല എന്ന് ഇക്ഷിയാവോ പറഞ്ഞപ്പോൾ തങ്ങളുടെ ബന്ധത്തെക്കുറിച്ച് ഷാജിങ്ഷി തന്നെ അവൾക്ക് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. പക്ഷേ റൊമാൻറ്റിക് റിലേഷനെ പറ്റി പറയാതെ മുമ്പ് തൻ്റെ ഏറ്റവും വിശ്വസ്തയായിരുന്നു അവൾ എന്ന രീതിയിലാണ് അവൻ കാര്യങ്ങൾ പറഞ്ഞത്. സത്യത്തിൽ യുദ്ധത്തിന് മുമ്പ് അവൻ വള നൽകി തന്നെ പ്രൊപ്പോസ് ചെയ്തത് ഇക്ഷിയാവോയ്ക്കിടയ്ക്കെന്ന് ചെറുതായിട്ട് ഓർമ്മ കിട്ടിയിരുന്നല്ലോ. അതുകൊണ്ട് അവൻ ഈ പറയുന്നത് കള്ളമാണെന്ന് അവൾക്ക് ഡൗട്ട് അടിക്കുന്നു. പിന്നെ തൻ്റെ ഓർമ്മ ശരിയാണോ എന്നും അവൾക്ക് ഉറപ്പില്ല. അതുകൊണ്ട് അവൾ അതിനെപ്പറ്റി നേരിട്ട് അവനോട് തന്നെ ചോദിക്കുന്നു. വിവാഹകാര്യത്തെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്നെനിക്ക് ചെറിയ ഓർമ്മയുണ്ടല്ലോ, അത് ശരിയാണോ എന്നാണ് അവൾ ചോദിച്ചത്. അവളങ്ങനെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പിന്നെ അവനത് മറച്ചു വയ്ക്കാൻ പറ്റുന്നില്ല. സത്യം പറയേണ്ടി വരുന്നു. വിവാഹത്തെക്കുറിച്ച് നമ്മൾ തമ്മിൽ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ ശരിക്കും അതിന് ഒരുപാട് ആഗ്രഹിച്ചിരുന്നതുമാണ്. പക്ഷേ ഇപ്പോഴത്തെ കണ്ടീഷനിൽ ഈ മാരേജ് അലയൻസിൽ നിന്ന് എനിക്ക് പിന്മാറാൻ കഴിയില്ല. അതുകൊണ്ട് അവളുമായിട്ടുള്ള വിവാഹം നടത്താൻ കഴിയില്ല എന്ന് അവൻ ക്ഷമാപണത്തോടെ പറയുന്നു. ഈ സമയത്ത് അവൻ അവളുടെ കയ്യിൽ പിടിക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും അവൾ ഒഴിഞ്ഞു മാറിയിട്ട് ഓർമ്മകളില്ലാത്തതുകൊണ്ട് അവനിപ്പോൾ തനിക്ക് വെറും ഒരു സ്ട്രേഞ്ചർ മാത്രമാണ്. അതുകൊണ്ട് ഇക്കാര്യത്തിൽ ഒട്ടും വിഷമമില്ല. രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള സമാധാനം നിലനിർത്താൻ ഈ വിവാഹം കൊണ്ട് സാധിക്കുമെങ്കിൽ അത് അങ്ങനെ തന്നെ നടക്കട്ടെ എന്ന് പറയുന്നുണ്ട്. തൻ്റെ ഓർമ്മകൾ വീണ്ടെടുക്കാൻ ഹെൽപ്പ് ചെയ്യുന്ന വിധത്തിൽ പഴയ കാര്യങ്ങളെക്കുറിച്ച് ചോദിച്ചറിയാനാണ് താനിപ്പോൾ വന്നതെന്നും അവൾ പറയുന്നു. അവളുടെ മെമ്മറി ലോസിനെ പറ്റി അറിഞ്ഞപ്പോൾ മുതൽ തന്നെ അവളെ ഹെൽപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് തങ്ങൾക്കിടയിൽ സംഭവിച്ച കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തി ഒരു ചെറിയ ബുക്ക് റെഡിയാക്കിയിട്ടുണ്ടായിരുന്നു. അത് വായിച്ച് നോക്കുമ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങളെക്കുറിച്ചെങ്കിലും ഓർമ്മ കിട്ടാൻ സാധ്യതയുണ്ട് എന്ന് പറഞ്ഞ് അവൻ ആ ബുക്ക് അവൾക്ക് നൽകുന്നു. പിന്നെ അവളെ വിവാഹം കഴിച്ചില്ലെങ്കിലും ജീവിതകാലം മുഴുവൻ പ്രൊട്ടക്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അതുകൊണ്ട് തങ്ങൾക്കൊപ്പം തിരികെ തങ്ങളുടെ രാജ്യത്തേക്ക് വരാനും അവൻ അവളോട് പറയുന്നുണ്ട്. അവൾ അതിന് എന്ത് മറുപടിയാണ് പറഞ്ഞതെന്ന് ഇപ്പോൾ കാണിക്കുന്നില്ല. എന്തായാലും അവളവിടെ നിന്ന് തിരികെ പോയത് ആകെ മൂഡ് ഓഫ് ആയിട്ടാണ്. അതിന് പ്രധാന കാരണം സുയിക കാരണമാണ് ഷാജിങ്ഷി തന്നെ മീറ്റ് ചെയ്യാൻ വരാൻ താമസിക്കുന്നതെന്ന് തെറ്റിദ്ധരിച്ച് അവൾ സുയികയോട് വഴക്കുണ്ടാക്കിയിരുന്നല്ലോ. ഇപ്പോൾ അങ്ങനെയല്ല, ഷാജിങ്ഷി കൊട്ടാരത്തിലേക്ക് പോയതുകൊണ്ടാണ് വരാൻ വൈകിയതെന്ന് അവൾ നേരിട്ട് അവരുടെ വായിൽ നിന്ന് അറിയുകയും ചെയ്തിരിക്കുന്നു. സുയികയുമായിട്ട് വഴക്കുണ്ടാക്കിയതുകൊണ്ട് അതിൻ്റെ കുറ്റബോധത്തോടെയാണ് അവളിങ്ങനെ മൂഡ് ഓഫ് ആയിട്ടിരിക്കുന്നത്. സുയികയുടെ റൂമിന് മുന്നിലായിട്ട് ചെന്നിരുന്ന് കുറച്ച് വൈനൊക്കെ അവൾക്ക് വെച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത് കണ്ടുകൊണ്ട് സുയികയുടെ റൂമിലേക്ക് കയറി പോകുന്നുണ്ട്. ഇക്ഷിയാവോ ഇങ്ങനെ പുറത്തിരിപ്പുണ്ട് എന്ന് സുയിക നേരത്തെ തന്നെ അറിഞ്ഞതാണെങ്കിലും അവനത് മൈൻഡ് ചെയ്യാതെ ഇരിക്കുകയായിരുന്നു. ഷുഗ ഇവരുടെ പിണക്കം തീർക്കുന്നതിന് വേണ്ടിയിട്ട് അവൾ അങ്ങനെ അവിടെ വന്നിരിപ്പുണ്ട്. ആ സത്രത്തിൽ പോയി ഷാജിങ്ഷിയെ മീറ്റ് ചെയ്തെങ്കിലും പെട്ടെന്ന് തന്നെ തിരികെ പോന്നു. അധിക സമയമൊന്നും അവിടെ ചിലവഴിച്ചില്ല. അവരവിടെ സ്റ്റേ ചെയ്യാൻ പറഞ്ഞിട്ട് പോലും അവൾ നിൽക്കാതെ തിരികെ വന്നതാണ് എന്നൊക്കെ പറഞ്ഞു നോക്കുന്നുണ്ട്. പക്ഷേ സുയിക ഇതൊന്നും അത്ര മൈൻഡ് ചെയ്യാതെ താൻ എഴുതിക്കൊണ്ടിരുന്ന ഒരു ലെറ്റർ പാക്ക് ചെയ്ത് ഷുഗയെ ഏൽപ്പിക്കുന്നു. ജീഷുലെ രാജാവിന് അയക്കുന്നതിന് വേണ്ടിയിട്ട് അവൻ റെഡിയാക്കിയതാണ് ആ ലെറ്റർ. ഒട്ടും താമസം വരാതെ എത്രയും പെട്ടെന്ന് ഇത് ജീഷുവിൽ എത്തുന്നതിന് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ചെയ്യാൻ സുയിക ഷുഗയോട് പറയുന്നു. ഷാജിങ്ഷിക്കുള്ള വിവാഹ സമ്മാനമാണ് അതിലെന്നാണ് സുയിക പറയുന്നത്. എന്തായാലും ഷാജിങ്ഷിക്കുള്ള എന്തോ പണിയാണ് അവനെ ഒപ്പിക്കുന്നത്. ഷുഗ പോയി കഴിഞ്ഞപ്പോൾ സുയിക എഴുന്നേറ്റ് വാതിലിനടുത്തേന്ന് ഇക്ഷിയാവോയെ വാച്ച് ചെയ്യുന്നുണ്ട്. ഈ സമയത്ത് ഒരു സോറി പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമല്ലേ ഉള്ളൂ എന്നൊക്കെ ചിന്തിച്ച് ഇക്ഷിയാവോ അവിടെ ഇരിപ്പുണ്ടായിരുന്ന ഒരു കുപ്പി വൈൻ അവന് നൽകുന്നതിന് വേണ്ടി കൂടി എടുത്തുകൊണ്ട് അവൻ്റെ റൂമിനടുത്തേക്ക് ചെല്ലാൻ തുടങ്ങുന്നു. ഇത് കണ്ടതും സുയികയെ വാതിലിനടുത്ത് നിന്ന് വേഗം ഓടിപ്പോയി അവൻ്റെ മേശയടുത്തേക്ക് ചെല്ലുന്നുണ്ട്. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ആ വിളക്ക് അവനങ്ങ് അണയ്ക്കുന്നു. ഇക്ഷിയാവോ വാതിലിനടുത്തെത്തി ഡോറിൽ മുട്ടാൻ തുടങ്ങിയ സമയത്താണ് ഇവൻ ഈ വിളക്ക് അണച്ചത്. അത് കാരണം അവന് തന്നോട് സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് കരുതി അവൾ വാതിലിൽ മുട്ടുന്നില്ല, പിണങ്ങി പോകാൻ തുടങ്ങുന്നു. ഇവളിങ്ങനെ പോകുന്നത് കണ്ടുകൊണ്ട് സുയിക വീണ്ടും വാതിലിനടുത്തേക്ക് വന്ന് ഇവക്കൊട്ടും ആത്മാർത്ഥതയില്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അപ്പോഴേക്കും ഇക്ഷിയാവോ പിന്നെയും എന്തോ ചിന്തിച്ചിട്ട് തിരികെ വാതിലിനടുത്തേക്ക് വരുന്നു. അത് കണ്ടുകൊണ്ട് അവൻ വീണ്ടും വാതിലിനടുത്ത് ഓടി മാറുന്നുണ്ട്. ഇക്ഷിയാവോ വീണ്ടും ഡോറിനടുത്ത് എത്തിയിട്ട് ഞാൻ ഈ വൈൻ എന്തായാലും തുറന്നു, ഇനി ഇത് കുടിച്ചില്ലെങ്കിൽ വേസ്റ്റ് ആയി പോകുമെന്ന് പറഞ്ഞ് അവനുമായിട്ട് ടോസ്റ്റ് ചെയ്യുന്ന രീതിയിൽ അതിലൊന്ന് ടോസ്റ്റ് ചെയ്തിട്ട് അവളുടെ കയ്യിലുണ്ടായിരുന്ന വൈൻ അവൾ കുടിക്കുന്നു. സുയിക സത്യത്തിൽ ഇതിന് വേണ്ടി വെയിറ്റ് ചെയ്ത് നിൽക്കുകയായിരുന്നല്ലോ. നീ എന്തായാലും ഇങ്ങോട്ട് വന്നതിൻ്റെ കുറ്റം സമ്മതിച്ച സ്ഥിതിക്ക് ഞാൻ നിന്നോട് ക്ഷമിക്കാൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അവൻ വാതിൽ തുറക്കുന്നുണ്ടെങ്കിലും അപ്പോഴേക്കും അവൾ പോയി കഴിഞ്ഞിരുന്നു. ആ വൈൻ കുപ്പി മാത്രം അവിടെ നീളത്തിരിപ്പുണ്ട്. അവൾ ഇങ്ങനെ അങ്ങ് പോകുമെന്ന് അവനൊട്ടും പ്രതീക്ഷിക്കുന്നതല്ല. അതുകൊണ്ട് അവൻ ആകെ നിരാശനാവുന്നുണ്ട്. പിന്നെ ആ വൈനെടുത്ത് കുടിച്ച് തൽക്കാലം ആ നിരാശയൊക്കെ മാറ്റുന്നു. ഇക്ഷിയാവോ അകത്ത് പോയിരുന്നിട്ട് ഷാജിങ്ഷി നൽകിയ ആ ബുക്ക് എടുത്ത് വായിക്കാൻ തുടങ്ങുന്നുണ്ട്. അതിൽ ആദ്യമായിട്ട് അവൻ എങ്ങനെയാണ് അവളെ മീറ്റ് ചെയ്തത് എന്നൊക്കെയുള്ള കാര്യങ്ങളായിരുന്നു പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത്. അവൻ്റെ രാജ്യത്തുള്ള ഒരു ഡെത്ത് ക്യാമ്പിൽ അവൻ്റെ ആൾക്കാർ ആക്രമണം നടത്തിയാണ് ഇവളെയും വേറാനെയും നിങ്ഫെയും ഒക്കെ സ്വതന്ത്രമാക്കിയത്. അവിടെ നിന്ന് അവരെ രക്ഷപ്പെടുത്തുകയും ആ ഡെത്ത് ക്യാമ്പ് പൂർണ്ണമായിട്ട് നശിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അവർ 3 പേരും തനിക്കൊപ്പം ആർമിയിൽ ജോയിൻ ചെയ്തു. പിന്നെ ഇവർ 2 പേരും കൂടി ഒരുമിച്ച് സുഷയിലെ അക്രമികളുടെ കയ്യിൽപ്പെട്ടപ്പോൾ അവൾ തന്നെ പ്രൊട്ടക്റ്റ് ചെയ്തതും
ഒക്കെ ആയിരുന്നു ഷാജിൻഷി അതിൽ ഉൾപ്പെടുത്തിയിരുന്നത്. തനിക്ക് അപകടം സംഭവിച്ച സമയത്തെ കാര്യങ്ങളൊന്നും സൂചിപ്പിക്കാതെ ഇങ്ങനെ കുറച്ച് പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രം ഇവൻ ഇതിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് എന്താണ് എന്ന് ഇക്ഷ്യാവോയ്ക്ക് ഇത് വായിച്ച സമയത്ത് ഡൗട്ട് അടിക്കുന്നുണ്ട്. അടുത്ത ദിവസം രാവിലെ സൂയിക റെഡിയായി പുറത്തേക്ക് വന്നപ്പോഴേക്കും ഇക്ഷ്യാവോ ഷുയി ഇങ്ങനെ കാണാനെന്ന് പറഞ്ഞ് അവിടെ നിന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഫുയുവാണ് സൂയികയുടെ അടുത്ത് വന്ന് ഈ വിവരം പറഞ്ഞത്. പോകുന്നതിന് മുമ്പായിട്ട് ഇത് അവനുള്ള മെസ്സേജാണ് എന്ന് പറഞ്ഞ് തന്നെ ഏൽപ്പിച്ചിട്ടാണ് പോയതെന്ന് പറഞ്ഞ ഒരു ചെറിയ ബോക്സ് ഫുയു സൂയികയ്ക്ക് നൽകുന്നു. അതിലൊരു വീട്ടിലാണ് ഉണ്ടായിരുന്നത്. അത് കണ്ടപ്പോൾ അവൾ തനിക്കൊരു മെസ്സേജ് അയച്ചിട്ട് പോകാനുള്ള മര്യാദ കാണിച്ചല്ലോ എന്ന് പറഞ്ഞ് സൂയിക തൽക്കാലം അവളോട് ദേഷ്യപ്പെടാനൊന്നും നിൽക്കുന്നില്ല. പക്ഷേ എന്ത് മെസ്സേജാണ് ആ വീട്ടിലിനെ പിടിച്ച് നൽകിയതിലൂടെ അവന് പാസ് ചെയ്തതെന്ന് ഫുയുവിന് മനസ്സിലാവുന്നില്ല. ഷുഗയോട് അതിനെപ്പറ്റി അവൻ ചോദിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നുണ്ട്. അന്ന് തന്നെയായിരുന്നു മാരേജ് അലയൻസിൻ്റെ കണ്ടീഷൻസ് ഷാജിൻഷിയും ഈ സുഷയിലെ മന്ത്രിമാരുമായിട്ട് ചർച്ച ചെയ്യുന്നത്. പ്രൈം മിനിസ്റ്ററാണ് ഈ ചർച്ചയ്ക്ക് നേതൃത്വം കൊടുക്കുന്നത്. വേറെ കുറച്ച് മിനിസ്റ്റർമാരും അവിടെ ഉണ്ട്. അതേപോലെ തന്നെ ഷാജിൻഷിയും വേറാനുമൊക്കെ ഹാജരായിട്ടുണ്ട്. അവർ ആദ്യം ഈ കണ്ടീഷൻസിനെ പറ്റി പറയുന്ന സമയത്തൊക്കെ ഷാജിൻഷിയുടെ മനസ്സിൽ കഴിഞ്ഞ ദിവസം ഇക്ഷ്യാവോയെ മീറ്റ് ചെയ്തപ്പോൾ അവൾ പറഞ്ഞ കാര്യങ്ങളായിരുന്നു. അതുകൊണ്ട് അവൻ ആദ്യമൊന്നും അത്ര ശ്രദ്ധിക്കുന്നില്ല. അവിടെ ഉള്ള ഒരു 12 പ്രോവിൻസസിനെ 2 രാജ്യങ്ങളും തുല്യമായി വീതിച്ചെടുക്കുന്നതിനെ പറ്റിയൊക്കെ ആയിരുന്നു വേറാൻ ഇവരോട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സുഷയിലെ മന്ത്രിമാർ അത് സമ്മതിച്ചു കൊടുക്കുന്നില്ല. അവസാനം ഷാജിൻഷിയുടെ അഭിപ്രായം എന്താണെന്ന് അവർ ചോദിക്കുന്നു. സുഷയിലെ മന്ത്രിമാർ പറയുന്നത് പോലെ താൻ ചെയ്യാൻ തയ്യാറാണ്. പക്ഷേ തനിക്ക് മറ്റൊരു കണ്ടീഷനുണ്ട്. യുദ്ധത്തിൽ പിടികൂടിയ തങ്ങളുടെ തടവുകാരെയെല്ലാം ഇവിടെ നിന്ന് സ്വതന്ത്രമാക്കണം. അതേപോലെ തന്നെ ഇക്ഷ്യാവോയെ തങ്ങൾക്കൊപ്പം തിരികെ അയക്കണം എന്നുള്ള കണ്ടീഷനാണ് ഷാജിൻഷി മുന്നോട്ട് വെക്കുന്നത്. ഈ ഇക്ഷ്യാവോ ആരാണെന്നോ അവളിപ്പോൾ എവിടെയാണ് എന്നൊന്നോ ഈ മന്ത്രിമാരിൽ ഒരാളായിട്ടുള്ള ഷെൻവുവിന് യാതൊരു ഐഡിയയും ഉണ്ടായിരുന്നില്ല. ഇത്ര നിസ്സാരമായിട്ടുള്ള ഒരു കാര്യമാണ് ഇതെന്ന് കരുതി ഇക്കാര്യം ഞാൻ ഏറ്റുമെന്ന് പറഞ്ഞ് ഷെൻവു സമ്മതം നൽകുന്നുണ്ട്. പിന്നീടാണ് ഇക്ഷ്യാവോ ഇപ്പോൾ സൂയികയുടെ കൊട്ടാരത്തിലാണ് എന്നും അവൻ്റെ കൺട്രോളിൽ നിന്ന് അവളെ രക്ഷപ്പെടുത്തുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്നൊക്കെ അയാൾ അറിയുന്നത്. അതുകൊണ്ട് രാജാവിൻ്റെ സഹായം ചോദിച്ച് അയാൾ രാജാവിൻ്റെ മുന്നിലെത്തുന്നു. പക്ഷേ ഷാജിൻഷിക്ക് വാക്ക് കൊടുത്തത് താനല്ലേ, അതുകൊണ്ട് ഞാൻ ഇക്കാര്യത്തിൽ ഇടപെടില്ല എന്ന് പറഞ്ഞ് രാജാവ് കൈയൊഴിയുന്നുണ്ട്. അവസാനം അയാൾ അവിടെ നിന്ന് തൻ്റെ ജീവൻ രക്ഷിക്കണമെന്നൊക്കെ പറഞ്ഞ് കുറേ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ജീഷുവിലെ ആൾക്കാർ ഇവിടെ നിന്ന് അവരെ കൊണ്ടുപോകുമോ ഇല്ലയോ എന്നുള്ളതൊക്കെ അവരുടെ കഴിവിനെ അടിസ്ഥാനപ്പെടുത്തിയിരിക്കും എന്ന് രാജാവ് പറയുന്നുണ്ട്. ഷെൻവു പോയി കഴിഞ്ഞപ്പോൾ രാജാവിൻ്റെ അസിസ്റ്റന്റ് രാജാവിനോട് ഇതിനെപ്പറ്റി ചോദിക്കുന്നുണ്ട്. ഇക്ഷ്യാവോയെ സൂയിക എന്തുകൊണ്ടാണ് അവൻ്റെ കൊട്ടാരത്തിൽ തന്നെ താമസിച്ചിരിക്കുന്നതെന്ന് ഇപ്പോൾ രാജാവിന് ഏകദേശം ഐഡിയ കിട്ടിയിരിക്കുന്നു. കാരണം ഷാജിൻഷിക്ക് ഇക്ഷ്യാവോ അത്രയും പ്രധാനപ്പെട്ട ആളായതുകൊണ്ട് തന്നെ ഈ മാരേജ് അലയൻസ് കുളമാക്കുന്നതിന് അവളെ കൊണ്ട് പറ്റും എന്ന് സൂയികയ്ക്ക് നല്ല ഉറപ്പുള്ളത് കൊണ്ടാണ് അവനിങ്ങനെ അവളെ അവിടെ താമസിപ്പിച്ചിരിക്കുന്നതെന്ന് രാജാവിന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. പക്ഷേ ഇവിടുത്തെ പ്രിൻസസ് ആണെങ്കിൽ വിവാഹത്തിന് സമ്മതവും അറിയിച്ചിട്ടുണ്ടല്ലോ. സൂയികയാണെങ്കിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് ഇതൊന്നും താൻ അത്ര കെയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ വളരെ ശാന്തമായിട്ടാണ് മുന്നോട്ട് പോകുന്നതും. അതുകൊണ്ട് ഇപ്പോഴും വിവാഹം മുടക്കാനായിട്ട് അവൻ എന്തെങ്കിലും പ്ലാൻ കാണുമോ എന്ന് അസിസ്റ്റന്റ് വീണ്ടും സംശയം ചോദിക്കുന്നുണ്ട്. കൊടുങ്കാറ്റിന് മുമ്പുള്ള ഒരു ശാന്തത മാത്രമാണത്. എന്തായാലും അവൻ ഈ വിവാഹത്തിന് സമ്മതിച്ചിട്ടില്ലാത്ത സ്ഥിതിക്ക് ഷാജിൻഷിയെ കൊന്നിട്ടാണെങ്കിലും അവൻ ഈ വിവാഹം മുടക്കാൻ ശ്രമിക്കും. അതുകൊണ്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നതെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം എന്നൊക്കെ രാജാവ് പറയുന്നുണ്ട്. സൂയികയെക്കുറിച്ച് പറയുമ്പോൾ വളരെ അഭിമാനത്തോടെയാണ് അദ്ദേഹം സംസാരിക്കുന്നത്. പുറമേ ദേഷ്യം കാണിക്കുന്നുണ്ടെങ്കിലും അദ്ദേഹത്തിന് അവനെ വളരെ ഇഷ്ടമാണ് എന്ന് നമുക്കിപ്പോൾ മനസ്സിലാവും. ഷാജിൻഷിയുടെ ഒരു ഗാർഡ് പ്രൈം മിനിസ്റ്ററുടെ ഒരു സെർവൻറ്റുമായിട്ട് സീക്രട്ടായിട്ടൊരു മെസ്സേജ് പാസ് ചെയ്യുന്നത് ഫുയുവും ഷുഗയും ഒക്കെ കണ്ടെത്തുന്നുണ്ട്. അവർ പാസ് ചെയ്ത മെസ്സേജ് എന്താണെന്ന് ഇവർക്ക് അറിയാൻ സാധിക്കുന്നില്ലെങ്കിലും മുമ്പ് ഇക്ഷ്യാവോയെ കൊല്ലാൻ ശ്രമിച്ച ആ അണ്ടർ കവർ ഗാർഡ്സ് ഷാജിൻഷി പറഞ്ഞ് അയച്ചത് തന്നെയാണ് എന്ന് ഈ സംഭവത്തോടെ ഇവർക്ക് മനസ്സിലാവുന്നു. മാത്രമല്ല അവർക്ക് പ്രൈം മിനിസ്റ്ററുമായി കോൺടാക്റ്റ് ഉണ്ട് എന്നും ഇവർക്ക് ബോധ്യപ്പെടുന്നു. ഷുഗ ഇതിനെക്കുറിച്ചൊക്കെ സൂയികയോട് പറയുന്നുണ്ട്. എന്നിട്ട് ഇക്ഷ്യാവോയോട് അവളെ കൊല്ലാൻ ശ്രമിച്ചത് ഷാജിൻഷിയാണ് എന്ന് തുറന്ന് പറഞ്ഞാലോ എന്ന് ചോദിക്കുന്നു. പക്ഷേ താനങ്ങനെ പറഞ്ഞാലും അവൾ അത് വിശ്വസിക്കാൻ പോകുന്നില്ല. അതുകൊണ്ട് അവൾ നേരിട്ട് തന്നെ അത് കണ്ടുപിടിക്കുന്നതാണ് നല്ലതെന്ന് പറഞ്ഞ് സൂയിക അവനെ തടയുന്നു. ഷാജിൻഷിയുടെ കൂടെ ഏറ്റവും വിശ്വസ്തനായ അയാൾക്കൊപ്പം ഉണ്ടായിരുന്ന അവളെ ഇങ്ങനെ കൊല്ലാൻ മാത്രം എന്ത് സീക്രട്ട് ആയിരിക്കും ഇക്ഷ്യാവോയ്ക്ക് അറിയാവുന്നതെന്നാണ് സൂയികയുടെ സംശയം. ഷുയെ ഇങ്ങനെ കാണാനെന്ന് പറഞ്ഞാൽ ഇക്ഷ്യാവോ ശരിക്കും പോയത് നിങ്ഫെയെയും വേറാനും ഒക്കെ മീറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അവർ 3 പേരും കൂടി ഒരുമിച്ചിരുന്ന് വൈൻ കഴിക്കുകയാണ്. മുമ്പത്തെ പോലെ തന്നെ ഗ്ലാസ്സിൽ ഒഴിച്ച് കുടിക്കാതെ ഇക്ഷ്യാവോ ഇങ്ങനെ ബൗളിൽ ഒഴിച്ച് വൈൻ കുടിക്കുന്നത് കണ്ടപ്പോൾ അവൾക്ക് പഴയ കാര്യങ്ങളൊക്കെ ഓർമ്മയുണ്ടായിട്ടും ശരിക്കും തങ്ങളോട് അത് പറയാതിരിക്കുകയാണോ എന്ന് നിങ്ഫെയ് ചോദിക്കുന്നുണ്ട്. പക്ഷെ തനിക്ക് ശരിക്കും ഒന്നും ഓർമ്മയില്ല എന്ന് പറഞ്ഞപ്പോൾ അവൻ നല്ല വിഷമത്തിലാവുന്നു. അവളിങ്ങനെ തങ്ങളെ മറന്നുപോയതിൽ ഏറ്റവും കൂടുതൽ വിഷമം അവനാണ്. അവളുടെ ഓർമ്മകൾ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയിട്ട് തൻ്റെ ശരീരത്തിലുള്ള ഒരു അടയാളം കാണിച്ചിട്ട് അത് അവൾക്ക് ഓർമ്മയുണ്ടോ എന്ന് അവൻ ചോദിക്കുന്നു. മുമ്പൊരു യുദ്ധസമയത്ത് അവന് പോയിസൺ ഉള്ള ഒരു അമ്പേറ്റിരുന്നു. ആ സമയത്ത് അവനെ രക്ഷപ്പെടുത്തിയത് അവളാണ്. അന്ന് അവൻ്റെ ഉള്ളിൽ കടന്നുകൂടി ആ വിഷം കളയുന്നതിന് വേണ്ടിയിട്ട് അവൾ ആ അമ്പ് വലിച്ചൂരിയ ശേഷം അവിടെ കത്തുകൊണ്ട് മുറിവുണ്ടാക്കി ആ ബ്ലഡെല്ലാം ഒഴുക്കി കളഞ്ഞതിൻ്റെ അടയാളമായിരുന്നു അത്. അവൾ അന്ന് അങ്ങനെ ചെയ്തതുകൊണ്ട് മാത്രമാണ് താനിപ്പോഴും ജീവനോടെ ഇരിക്കുന്നതെന്നൊക്കെ നിങ്ഫെയ് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഈ സംഭവമൊന്നും ഓർമ്മ കിട്ടുന്നില്ല. അതവൾക്ക് ഓർമ്മയില്ല എന്ന് കണ്ടപ്പോൾ അവൻ മറ്റൊരു മുറിവിൻ്റെ അടയാളം കാണിച്ചിട്ട് അവൾക്കും അതേപോലെ ഒന്നുണ്ട് എന്ന് പറയുന്നു. അവൻ്റെ കാലിലായിരുന്നു ആ അടയാളം ഉണ്ടായിരുന്നത്. അവളുടെ കാലിൽ അത് കാണിക്കാൻ അവൻ പറയുന്നുണ്ടെങ്കിലും
അവൾ അവനെ തടയുന്നു. പിന്നെ അവൾ തന്നെ അത് ചെക്ക് ചെയ്യുന്നുണ്ട്. അവൻ പറഞ്ഞതുപോലെ അവളുടെ കാലിലും അതേപോലെ ഒരു അടയാളമുണ്ടായിരുന്നു. തങ്ങൾക്ക് രണ്ടുപേർക്കും 1 മാസത്തെ വ്യത്യാസത്തിലാണ് ഇങ്ങനെ ഒരു മുറിവുണ്ടായത്. ഒരു യുദ്ധത്തിലാണ് അവനത് സംഭവിച്ചത്. മറ്റൊരു സമയത്ത് ഷാജിൻഷിയെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്ന സമയത്താണ് അവൾക്ക് അങ്ങനെ സംഭവിച്ചത്. ഈ മുറിവുണ്ടായ സമയത്ത് ആദ്യം അവൾ അവനെ 2 ആഴ്ചയോളം കെയർ ചെയ്തിരുന്നു. പിന്നെ അവൾക്കത് സംഭവിച്ച സമയത്ത് അവനാണ് 2 ആഴ്ചയോളം അവളെ കെയർ ചെയ്തത് എന്നൊക്കെ നിങ്ഫെ അവളോട് പറയുന്നുണ്ട്. പക്ഷെ അവൾക്ക് ഇപ്പോഴും അതിനെക്കുറിച്ചൊന്നും ഓർമ്മ കിട്ടുന്നില്ല. ഇത് രണ്ടും ഫെയിലായപ്പോൾ നിങ്ഫെ വേറാൻ്റെ ശരീരത്തിലുള്ള ഒരു അടയാളം അവൾക്ക് കാണിച്ചു കൊടുക്കുന്നു. അവൻ്റെ പുറം മുഴുവൻ പൊള്ളിയ അടയാളമായിരുന്നു. മുമ്പ് ഏതോ ഒരു അപകട സമയത്ത് ഇവരെ രണ്ടുപേരെയും പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിക്കുന്നതിനിടയിലാണ് വേറാൻ അങ്ങനെ സംഭവിച്ചത്. അതെങ്കിലും അവൾക്ക് ഓർമ്മയുണ്ടോ എന്ന് നിങ്ഫെ ചോദിക്കുന്നു. പക്ഷെ അതിനെക്കുറിച്ചും അവൾക്ക് ഓർമ്മ വരുന്നുണ്ടായിരുന്നില്ല. അവളെ കാണാതായ ശേഷം അവൻ പുറമെ വിഷമമൊന്നും പ്രകടിപ്പിച്ചിട്ടില്ലെങ്കിലും ഏറ്റവും കൂടുതൽ വിഷമത്തിലായത് അവനാണ് എന്ന് തനിക്കറിയാമെന്നും നിങ്ഫെ ഈ സമയത്ത് പറയുന്നുണ്ട്. അത് കഴിഞ്ഞിട്ട് അവർ വീണ്ടും വൈൻ കഴിക്കുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ നിങ്ഫെ അത്യാവശ്യം നല്ല ഫോമിലാവുന്നുണ്ട്. വേറാനാണെങ്കിൽ മയങ്ങി വീഴുകയും ചെയ്തിരിക്കുന്നു. ഇവരിങ്ങനെ ഇവിടെ നിന്ന് സംസാരിക്കാൻ തുടങ്ങിയിട്ട് 6-7 മണിക്കൂറായിരിക്കുന്നു. ഇത്രയും നേരം ഇവർ തമ്മിൽ എന്താണ് സംസാരിക്കുന്നതെന്ന് താഴെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്ന കുട്ടികൾ ഷുയേങ്ങിനോട് ചോദിക്കുന്നുണ്ട്. അവരിൽ നിന്ന് തന്നെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് എന്തെങ്കിലും ചെറിയ ക്ലൂ കിട്ടുമോ എന്നാണ് ഇക്ഷിയാവോയി ശ്രമിക്കുന്നതെന്ന് ഷുയേങ്ങിനറിയാം. പക്ഷെ കുട്ടികളോട് അവൾ അതിനെപ്പറ്റിയൊന്നും പറയുന്നില്ല. വേറാൻ ഉറക്കമായെങ്കിലും നിങ്ഫയോട് ഇപ്പോഴും ഇക്ഷിയാവോ ഓരോന്ന് ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. താൻ അന്ന് കൊക്കയിലേക്ക് വീണ ദിവസം എന്താണ് സംഭവിച്ചതെന്ന് ഓർത്തെടുക്കാൻ തന്നെ ഒന്ന് ഹെൽപ്പ് ചെയ്യുമോ എന്ന് ഇക്ഷിയാവോ അവനോട് ചോദിക്കുന്നു. അന്നത്തെ ദിവസം അവൾ ആഘോഷങ്ങളുടെ സമയത്ത് തങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. പിന്നീട് എപ്പോഴോ അവളെ കാണാതായി. അടുത്ത ദിവസമാണ് അവൾ ആക്സിഡൻ്റലി ആ കൊക്കയിലേക്ക് വീണുവെന്ന് ഒരാൾ വന്ന് പറഞ്ഞിരുന്നത് എന്നൊക്കെ നിങ്ഫെ അവളോട് പറയുന്നു. അവന് അതിൽ കൂടുതലൊന്നും അറിയില്ല എന്ന് അവൾക്ക് മനസ്സിലാവുന്നുണ്ട്. പിന്നെ അന്നത്തെ ആ യുദ്ധത്തെക്കുറിച്ച് അവൾ കൂടുതൽ വിവരങ്ങൾ കിട്ടുമോ എന്ന് ചോദിച്ചു നോക്കുന്നു. അങ്ങനെയാണ് അന്നത്തെ ആ യുദ്ധത്തിൽ അവൾ സുയിഗയെ അമ്പെയ്ത് വീഴ്ത്തിയില്ലായിരുന്നെങ്കിൽ സുയിഗയൊക്കെ ആ സിറ്റിക്കുള്ളിൽ കടക്കുന്ന സമയത്ത് അവരെ ട്രാപ്പിലാക്കാനായിരുന്നു തങ്ങളുടെ ശരിക്കുള്ള പ്ലാൻ. പക്ഷെ അവൾ അന്നങ്ങനെ അമ്പെയ്ത് വീഴ്ത്തിയത് കാരണം അവർ സിറ്റിക്കുള്ളിൽ കടക്കാതെ തിരികെ പോയത് കാരണം പ്ലാൻ ഫെയിലാവുകയാണ് ചെയ്തത്. സിറ്റിക്കുള്ളിൽ കടന്നിരുന്നെങ്കിൽ സുയിഗയും അവൻ്റെ ആൾക്കാരും അതിനുള്ളിൽ വെച്ച് കൊല്ലപ്പെടാൻ വേണ്ടതെല്ലാം ഷാജിൻഷി അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ നിങ്ഫെ അവളോട് പറയുന്നത്. മാത്രമല്ല ഇങ്ങനെ പ്ലാൻ ചേഞ്ച് ചെയ്തത് യുദ്ധം നടക്കുന്നതിൻ്റെ തൊട്ട് തലേ ദിവസം അവന് കിട്ടിയ ഒരു സ്പെഷ്യൽ റിപ്പോർട്ട് അനുസരിച്ചായിരുന്നു എന്നും നിങ്ഫെയിൽ നിന്ന് അവൾ അറിയുന്നു. ആ റിപ്പോർട്ട് നൽകിയ ആളായിരിക്കണം സുയിഗ പറയുന്നത് പോലെ സുഷയിൽ നിന്നുള്ള ജീഷുവിൻ്റെ സ്പൈ എന്ന് ഇക്ഷിയാവോ ഊഹിക്കുന്നുണ്ട്. താൻ പറയുന്നത് ശരിയല്ലേ എന്ന് നിങ്ഫെ ഇടയ്ക്ക് വേറാനോട് ചോദിക്കുന്നുണ്ടെങ്കിലും അവൻ ബോധമില്ലാത്തതുപോലെ അവൻ്റെ കൈ തട്ടി മാറ്റിയിട്ട് അങ്ങനെ തന്നെ കിടക്കുകയാണ്. എന്ത് റിപ്പോർട്ടാണ് കിട്ടിയതെന്നൊക്കെ ഇക്ഷിയാവോ കൂടുതൽ ചോദിച്ച് മനസ്സിലാക്കാൻ തുടങ്ങുന്നുണ്ടെങ്കിലും നിങ്ഫെയ്ക്ക് അതിനെക്കുറിച്ച് കൂടുതൽ അറിയാമെന്ന് തോന്നുന്നില്ല. മാത്രമല്ല പറയാൻ മാത്രമുള്ള ബോധവും അവനുണ്ടായിരുന്നില്ല. അവൻ വൈകാതെ ഉറങ്ങിപ്പോകുന്നുണ്ട്. അവൾ അവരെ രണ്ടുപേരെയും ഒരു വണ്ടിക്കുള്ളിലാക്കി തിരികെ അവരുടെ സത്രത്തിലേക്ക് അയക്കാൻ തുടങ്ങുന്ന സമയത്ത് ഷാജിൻഷി അങ്ങോട്ടേക്ക് എത്തുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്ന സമയത്ത് അകത്തിരിപ്പുണ്ടായിരുന്ന വേറാൻ കണ്ണുറക്കുന്നുണ്ട്. ശരിക്കും അവൻ നല്ല ഫോമിലൊന്നും ആയി ബോധം കെട്ടി കിടക്കുകയായിരുന്നില്ല. അവൻ ഉറക്കം നടിച്ചിരിക്കുകയായിരുന്നു. അവളെ തിരികെ കൊണ്ടുപോകുന്നതിനെ പറ്റി അവിടുത്തെ മന്ത്രിമാരുമായി സംസാരിച്ചിട്ടുണ്ട്. ഉടനെ തന്നെ അതിലൊരു തീരുമാനം ഉണ്ടാവും. ഇന്ന് തന്നെ അവൾ തനിക്കൊപ്പം സത്രത്തിലേക്ക് വന്നാൽ നാളെ തന്നെ അവളെ തിരികെ തങ്ങളുടെ രാജ്യത്തേക്ക് അയക്കാനുള്ള അറേഞ്ച്മെൻറ്റ് ചെയ്യാം എന്നൊക്കെ ഷാജിൻഷി അവളോട് പറയുന്നു. പക്ഷേ അങ്ങനെ അവൻ്റെ ഒപ്പം ചെല്ലാൻ ഉദ്ദേശിക്കുന്നില്ല. ഉടനെ തിരികെ പോകാൻ ഉദ്ദേശിക്കുന്നില്ല. ഇവിടെ കുറച്ച് കാര്യങ്ങൾ കൂടി ചെയ്ത് തീർക്കാൻ ബാക്കിയുണ്ട്. അതും കൂടി കഴിഞ്ഞിട്ടേ തിരികെ വരുന്നുള്ളൂ എന്നാണ് അവൾ പറയുന്നത്. അവൾക്ക് ഇപ്പോഴും തന്നെ വിശ്വാസമില്ലാത്തതുകൊണ്ടാണോ അവളിങ്ങനെ വരാൻ മടിക്കുന്നതെന്ന് അവൻ ചോദിക്കുന്നുണ്ടെങ്കിലും അതുകൊണ്ടല്ല. അവൻ എന്തിനാണ് തന്നെ തിരികെ കൊണ്ടുപോകാൻ ഇത്ര നിർബന്ധം പിടിക്കുന്നതെന്ന് അവൾ തിരിച്ച് ചോദിക്കുന്നു. ഇതൊരു ശത്രുരാജ്യമല്ലേ, നമ്മുടെ രാജ്യത്തിലെത്തിയാൽ മാത്രമേ നീ സേഫ് ആവുകയുള്ളൂ എന്ന് അവൻ പറയുന്നുണ്ട്. ഈ സമയത്ത് നിന്റെ രാജ്യത്തെത്തിക്കഴിഞ്ഞാൽ ശരിക്കും അവൾ സേഫ് ആവുമെന്ന് ഉറപ്പുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് സുയിഗ അങ്ങോട്ടേക്ക് എത്തുന്നു. അവളെ കൊല്ലണമെന്ന് ആഗ്രഹിക്കുന്നവർ ജീഷുവിൽ നിന്നുള്ളവരാണ്, സുഷയിൽ നിന്നുള്ളവരല്ല. അതുകൊണ്ട് അവൾ അവിടെയാണ് സേഫ് അല്ലാത്തതെന്ന് അവൻ പറയുന്നു. പക്ഷേ ഷാജിൻഷി അതിന് മറുപടി നൽകാതെ അവളോടായിട്ട് അവൾ ആ കൊക്കയിലേക്ക് വീണ ദിവസം മുതൽ അവളെപ്പറ്റി അന്വേഷിക്കുകയായിരുന്നു. ആരാണ് അവളെ അങ്ങനെ തള്ളിയിട്ടതെന്ന് താൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു എന്നവൻ പറയുന്നുണ്ട്. ഇത്രയും കാലമായിട്ട് അന്വേഷിച്ചിട്ട് ഇതുവരെ അവനൊരു ഉത്തരം പോലും കണ്ടെത്താൻ സാധിച്ചില്ല എന്ന് ചോദിച്ച് സുയിഗ അവനെ കളിയാക്കുന്നു. അത് തൻ്റെ രാജ്യത്തെ പ്രശ്നമാണ്, അവനതിൽ ഇടപെടേണ്ട കാര്യമില്ലെന്ന് ഷാജിൻഷി പറഞ്ഞപ്പോൾ ഇവളിപ്പോൾ എൻ്റെ വീട്ടിലങ്ങാണ്, അതുകൊണ്ട് എനിക്കിതിൽ ഇടപെടാതിരിക്കാൻ കഴിയില്ല എന്ന് സുയിഗയും പറയുന്നു. അവനീ പറയുന്നത് പോലെ തങ്ങൾ തമ്മിൽ അങ്ങനെ അടുപ്പമൊന്നുമില്ല എന്ന് ഇക്ഷിയാവോ ഷാജിൻഷിയോടായി പറഞ്ഞപ്പോൾ നിന്നെ അന്ന് ഷൂട്ട് ചെയ്തത് നിന്നെ വളരെ അറിയാവുന്ന ആരോ ആണ് എന്ന് നിനക്ക് ഓൾറെഡി മനസ്സിലായി കഴിഞ്ഞതല്ലേ, എന്നിട്ടും നീ എന്താണ് ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നതെന്ന് സുയിഗ അവളോട് ചോദിക്കുന്നു. തനിക്ക് അവരോട് രണ്ടുപേരോടും പ്രത്യേകിച്ചൊന്നും പറയാനില്ല. അതുകൊണ്ട് രണ്ടുപേരും തിരികെ പോകാൻ പറഞ്ഞിട്ട് ഇക്ഷിയാവോ ഷുയേങ്ങിൻ്റെ വീട്ടിലേക്ക് കയറി പോകുന്നുണ്ട്. അവൾ ശരിക്കും നിനക്കൊപ്പം വരുന്നുണ്ടെന്ന് നീ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന് സുയിഗ ഈ സമയം ഷാജിൻഷിയോട് ചോദിക്കുന്നുണ്ട്. അവൻ്റെ മുറിവ് ഇതുവരെ ഭേദമായിട്ടില്ലാത്തതുകൊണ്ട് പോയി റെസ്റ്റ് എടുക്കാൻ ഷാജിൻഷി അവനെ പരിഹസിക്കുന്ന രീതിയിൽ പറയുന്നു. എനിക്ക് ആ മുറിവുണ്ടാക്കിയ ആൾ എൻ്റെ കയ്യിൽ തന്നെ വന്ന് പെട്ടത് ദൈവം എന്നോട് നീതി കാണിക്കുന്നതിന് തുല്യമല്ലേ എന്ന് അവൻ തിരിച്ച് പറയുന്നുണ്ട്. ഇവർ ഇങ്ങനെ കുറേ നേരം വാക്കുതർക്കം നടത്തുന്നു. അവളെ തിരികെ കൊണ്ടുപോകാൻ വേണ്ട അറേഞ്ച്മെൻറ്റ്സ് പ്രൈം മിനിസ്റ്ററുമായി സംസാരിച്ചിട്ടുണ്ട് എന്ന് ഷാജിൻഷി പറഞ്ഞപ്പോൾ അവളുടെ ഇഷ്ടമില്ലാതെ
ഇവിടെ നിന്ന് ആർക്കും അവളെ കൊണ്ടുപോകാൻ പറ്റില്ല. ഇവിടെ ആരും അവളെ തടവിലാക്കിയിട്ടില്ല. തടവിലിരിക്കുന്ന ഒരാൾ ഇങ്ങനെ സ്വതന്ത്രമായി നടക്കുന്നത് ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? അവൾക്ക് പോകണമെന്നുണ്ടെങ്കിൽ മാത്രമേ ഇവിടെ നിന്ന് കൊണ്ടുപോകാൻ പറ്റുകയുള്ളൂ. അല്ലാതെ ആരും അവളെ ഇവിടെ നിന്ന് ഫോഴ്സ് ചെയ്ത് കൊണ്ടുപോകാമെന്ന് വിചാരിക്കേണ്ട എന്ന് സൂയിക പറയുന്നു. അവൾക്ക് ഓർമ്മകൾ തിരികെ കിട്ടിക്കഴിഞ്ഞാൽ അവൾ ഉറപ്പായും എനിക്കിപ്പം വരും. ഞങ്ങൾക്കിടയിലെ ബോണ്ട് നിനക്കറിയാൻ വയ്യാഞ്ഞിട്ടാണ് എന്നൊക്കെ ഷാജിൻഷി പറഞ്ഞപ്പോൾ ശരിക്കും അവൾക്ക് ഓർമ്മകൾ തിരികെ കിട്ടുന്ന ദിവസത്തെ ഫേസ് ചെയ്യാനുള്ള ധൈര്യം നിനക്കുണ്ടോ എന്ന് ചോദിച്ചിട്ട് സൂയിക അവിടെ നിന്ന് പോകുന്നു. അടുത്ത ദിവസം പ്രിൻസസ് അവിടെയുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വെച്ച് ഇക്ഷിയാവോയെ മീറ്റ് ചെയ്യുന്നുണ്ട്. ഷാജിൻഷിയുടെ മനസ്സിൽ കയറി കൂടിയിരിക്കുന്ന ആൾ ഇക്ഷിയാവോ ആണ് എന്ന് പറഞ്ഞപ്പോൾ അവൾ ആകെ അസ്വസ്ഥയായിരുന്നല്ലോ. പിന്നെ രാജ്ഞിയുമായി സംസാരിച്ചപ്പോൾ ഇനി മുമ്പ് അവൻ അങ്ങനെ എന്തെങ്കിലും ഇഷ്ടമുണ്ടായിരുന്നെങ്കിൽ തന്നെ ഇപ്പോൾ ഇങ്ങനെ ഒരു മാരേജ് അലയൻസ് പ്രകാരം അവർ വിവാഹിതരാവുന്നതുകൊണ്ട് അവൻ ഭാവിയിൽ ഉറപ്പായും അവളെ ഇഷ്ടപ്പെടും എന്നൊക്കെ രാജ്ഞി അവളോട് പറഞ്ഞു കൊടുത്തിരുന്നു. ആ ഒരു ധൈര്യത്തിൻ്റെ പുറത്താണ് ഇപ്പോൾ ഇക്ഷിയാവോയുമായിട്ട് സംസാരിക്കുന്നതിന് അവൾ ഇങ്ങനെ ഒരു കൂടിക്കാഴ്ച അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുമ്പ് ഷാജിൻഷിയുമായിട്ടുള്ള അവളുടെ റിലേഷനെ പറ്റിയൊക്കെ തനിക്ക് നന്നായിട്ട് അറിയാം. പക്ഷേ താൻ അതിനെ ഒട്ടും കെയർ ചെയ്യുന്നില്ല. മുമ്പ് എങ്ങനെയായിരുന്നാലും വിവാഹം കഴിഞ്ഞ് കഴിയുമ്പോൾ അവൻ എന്നെ ഇഷ്ടപ്പെട്ടോളും എന്നെനിക്ക് നല്ല കോൺഫിഡൻസ് ഉണ്ട്. അവളിനി തിരികെ തങ്ങളുടെ രാജ്യത്തേക്ക് വരികയാണെങ്കിൽ തന്നെ അവൾക്ക് വേണ്ട അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ചെയ്തു കൊടുക്കാം എന്നൊക്കെയാണ് പ്രിൻസസ് ഇക്ഷിയാവോയോട് സംസാരിച്ചത്. പ്രിൻസസ് തൻ്റെ കാര്യത്തിലോട്ട് കെയർ ചെയ്യുന്നില്ല എന്നുള്ള രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നുണ്ടെങ്കിലും അത് സത്യമല്ല. ശരിക്കും ഷാജിൻഷിയും താനുമായിട്ടുള്ള റിലേഷൻഷിപ്പിനെ പറ്റി അവൾക്ക് നല്ല കൺസേൺ ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു മീറ്റിംഗ് അറേഞ്ച് ചെയ്തത് തന്നെ എന്ന് ഇക്ഷിയാവോ തിരിച്ച് പറയുന്നു. അത് സത്യവുമായിരുന്നു. അതുകൊണ്ട് പ്രിൻസസിന് പെട്ടെന്ന് എന്ത് മറുപടി നൽകണമെന്ന് പോലും അറിയാൻ പറ്റുന്നില്ല. പിന്നെ സ്വന്തം രാജ്യം വിട്ട് മറ്റൊരു രാജ്യത്തേക്ക് പോകാൻ തുടങ്ങുന്ന അവൾ തൻ്റെ കാര്യത്തെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കാതെ അവൾ അവിടെ എങ്ങനെ സർവൈവ് ആവും എന്നതിനെക്കുറിച്ച് ചിന്തിക്കാനും ഇക്ഷിയാവോ അവളെ ഉപദേശിക്കുന്നുണ്ട്. പ്രിൻസസിന് അത് കേട്ടപ്പോൾ ദേഷ്യം വരുന്നുണ്ട്. പിന്നെ ഷാജിൻഷിക്കൊപ്പം താൻ അന്ന് ആ തെരുവുകളൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ട്. അവളും കൂടി തങ്ങൾക്കൊപ്പം വരുന്നുവെന്ന് പ്രിൻസസ് അവളോട് ചോദിക്കുന്നു. പക്ഷേ എനിക്ക് അങ്ങനെ തിരക്കൊന്നും ഇഷ്ടമല്ല, അതുകൊണ്ട് ഞാൻ വരുന്നില്ല എന്ന് ഇക്ഷിയാവോ പറയുന്നുണ്ട്. ഷാജിൻഷി അവളെ കെയർ ചെയ്യുമോ ഇല്ലയോ എന്നുള്ള സംശയം കാരണം പേടിച്ചിട്ടാണ് അവൾ വരാത്തതെന്ന് പ്രിൻസസ് ഈ സമയത്ത് പറയുന്നു. പ്രിൻസസ് ഒരു വെല്ലുവിളി പോലെയാണ് അവളോട് അത് ചോദിക്കുന്നത്. ആ ചലഞ്ച് ഏറ്റെടുത്തുകൊണ്ട് ഇക്ഷിയാവോ അവൾക്കൊപ്പം ചെല്ലുന്നു. ഇവരിങ്ങനെ സ്ട്രീറ്റിലൂടെ പോകുന്ന സമയത്ത് ഷാജിൻഷി ആദ്യമായി മീറ്റ് ചെയ്ത സംഭവത്തെക്കുറിച്ചൊക്കെ പ്രിൻസസ് അവളോട് പറയുന്നുണ്ടെങ്കിലും ഇക്ഷിയാവോ അതൊന്നും ശ്രദ്ധിക്കുന്നതായിട്ടോ കെയർ ചെയ്യുന്നതായിട്ടോ തോന്നുന്നില്ല. ഇവർ കുറച്ച് മുന്നോട്ട് പോയപ്പോൾ ഷാജിൻഷി അവിടേക്ക് എത്തുന്നുണ്ട്. ഇവരെ കണ്ടുകൊണ്ട് അവൻ വണ്ടിയിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുന്നു. അവർ സംസാരിച്ച് തുടങ്ങിയപ്പോഴേക്കും സൂയികയും അങ്ങോട്ടേക്ക് എത്തുന്നു. സൂയിക ഇവരെ ഒന്ന് വിഷ് ചെയ്തൊക്കെ സംസാരിച്ചിട്ട് ഇക്ഷിയാവോയുടെ കൈയും പിടിച്ചുകൊണ്ട് അവളെയും കൊണ്ട് മുന്നോട്ട് നടന്നു പോകുന്നുണ്ട്. അവനിങ്ങനെ അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് പോകുന്നത് പ്രിൻസസിനെയും ഷാജിൻഷിയെയും ഒരേപോലെ ഞെട്ടിക്കുന്നുണ്ട്. കൈ പിടിവിടാനൊക്കെ ഇക്ഷിയാവോ പറയുന്നുണ്ടെങ്കിലും അവൻ വിടുന്നില്ല. ഷാജിൻഷിയുടെ വിശ്വസ്തയായ ജനറൽ ഇപ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവളാണെന്ന് എല്ലാവരും ഒന്ന് അറിയട്ടെ, ഷാജിൻഷിയെ കാണിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ നടക്കുന്നതെന്ന് പറഞ്ഞ ബലമായിട്ട് തന്നെ സൂയിക അവളുടെ കയ്യിൽ പിടിച്ചുകൊണ്ട് തന്നെ മുന്നോട്ട് പോകുന്നു. എന്നിട്ട് പ്രിൻസസിനോട് പിന്നാലെ വരാനും പറയുന്നുണ്ട്. പ്രിൻസസ് ഷാജിൻഷി തൻ്റെ കയ്യിൽ പിടിക്കും എന്നുള്ള പ്രതീക്ഷയോടെ അവൻ്റെ അടുത്തേക്ക് ചെല്ലുന്നുണ്ടെങ്കിലും അവനത് കണ്ടതുപോലും ഇല്ലാതെ മുന്നോട്ട് പോകുന്നിടത്ത് ഈ എപ്പിസോഡ് അവസാനിക്കുന്നു.